ഹരേ കൃഷ്ണ. സുന്ദരകാന്ഡത്തിലെ സീതാദർശനം തുടരുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ശിംശവ വൃക്ഷച്ചുവട്ടിലിരിക്കുന്ന സീതാദേവിയെ മരത്തിലെ ഇലകൾക്കിടയിലൂടെ വായുദേവൻ കാണിച്ചു കൊടുത്തുവെന്നാണ് പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇനി പാരായണം ചെയ്യുവാൻ പോകുന്നത്. ഓം ശ്രീരാമചന്ദ്രായ നമോ നമഃ. മലിനതര ചിഗുരവസനം പൂണ്ടുദീനയായി മൈഥിലിത്താൻ കൃശഗാത്രിയായത്രയും ഭയവിവശം അവനേലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചല നയനജലം അനവരതം ഒഴുകി ഒഴുകി പതിനാമത്തെ രാമരാമേത് ജപിക്കയും നിശിചരികൾ നടുവിൽ അഴലൊടു മരുവും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി. രാക്ഷസിമാരുടെ നടുവിൽ അഴുക്കുപുരണ്ട വസ്ത്രവും ഉടുത്തു ദയനീയമായി കൃശഗാത്രിയായി ഭയത്തോടെയും ദുഃഖത്തോടെയും ഭൂമിയിൽ കിടന്നുരുണ്ടും എപ്പോഴും ഭർത്താവിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചു കണ്ണുനീർ വറ്റാത്ത കണ്ണുകളുമായി രാമ രാമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന പതിവ്രതാരത്നമായ സീതാദേവിയെ രാക്ഷസിമാരുടെ നടുവിൽ ഹനുമാൻ കണ്ടു. ബിഡവിവര ശിരസി നിബിടച്ചതാന്തർഗതൻ വിസ്മയം പൂണ്ട് മറഞ്ഞിരുന്നേടിനാൻ ദിവസകര കുലപതിരഹൂത്വമൻ തന്നുട ദേവിയാം സീതയെ കണ്ടു കവിവരൻ. ഹനുമാൻ വൻമരത്തിന് മുകളിൽ കയറി ഇടതിങ്ങിയ ഇലകൾക്കിടയിൽ ശരീരം മറച്ചിരുന്നു കൊണ്ടു സൂര്യവംശ സാമ്രാട്ടായ ശ്രീരാമചന്ദ്രൻ്റെ പട്ടമഹിഷിയായ സീതാദേവിയെ വിസ്മയത്തോട് നോക്കിക്കണ്ടു. കമലമകൾ അഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേ കൃതാർത്ഥോസ്മ്യഹം ദിവസകര കുലപതിരഹൂത്വമൻ കാര്യവും ദീനതയെന്നെയെ സാധിച്ചിരുന്നു ഞാൻ. അവിടെ ഇരുന്ന് ഹനുമാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, മഹാലക്ഷ്മിയായ സീതാദേവിയെ കണ്ടതിനാൽ ഞാൻ കൃതാർത്ഥനായി. രാമദൂതനായി രാമനാമവും ജപിച്ചു വന്ന എനിക്ക് സീതാദേവിയെ കണ്ടുപിടിക്കുക എന്ന രാമകാര്യം ഇത്ര പെട്ടെന്ന് നിറവേറ്റാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ഭാഗത്ത് രാവണന്റെ പുറപ്പാടാണ്. ഓം ശ്രീരാമചന്ദ്രായ നമോ നമഃ.